ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മഹാകുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും സജ്ജീകരിച്ച് തന്നെയാണ് യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നാലും, ഗതാഗത കാര്യത്തിലായിരുന്നാലും, ഫസ്റ്റ് എയ്ഡിന്റെ കാര്യത്തിൽ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ, വൃത്തി, ഭക്തിമാർഗത്തിൽ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള ഇടം എന്നു വേണ്ട ഭീകരവാദ വിരുദ്ധ സ്ക്വാഡുകൾ വരെ സജ്ജീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 9ഓളം ഡ്രോണുകളാണ് പ്രയാഗരാജിലേക്ക് സംശയാസ്പദമായ സാഹചര്യത്തിൽ തീവ്രവാദികൾ ഓടിച്ചു കയറ്റിയത്. 9നെയും വെടിവെച്ച് തള്ളിയിടാനെന്നാണ് യോഗി തീരുമാനിച്ചത്. യോഗിയുടെ ഓർഡർ കിട്ടേണ്ടെന്ന താമസം 9 ഡ്രോണുകളെയും ഭസ്മമാക്കി യോഗി താഴെയിട്ടു. അതെ, തൻ്റെ അനുമതിയില്ലാതെ UP-യിൽ കയറരുത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. മുസ്ലിം ഭീകരർക്ക് ഇവിടെ കാര്യമില്ല. കാഫിറുകളുടെ ആഘോഷം നടക്കുന്ന സദസ്സിലേക്ക് എന്തിന് നിങ്ങൾ വരണം? 9 ഡ്രോണുകൾ പറന്നെത്തുവാണ്. എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, എവിടെയൊക്കെ ഏതൊക്കെ സമയങ്ങളിലാണ് സംഗമിക്കുക, എന്നിട്ട് വേണം ഇരുമ്പ് നിക്കറ് മുറുക്കിയിട്ട് അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് അവിടെ അലങ്കോലപ്പെടുത്താൻ. യോഗി എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും എടുത്തിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. യോഗിക്ക് കൃത്യമായിട്ടൊരു പരിപാടി ഏറ്റാൽ അത് കുറ്റമറ്റ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അറിയുന്ന ഭരണാധികാരി. ഇപ്പോൾ മഹാകുംഭമേളയുടെ നടത്തിപ്പിൽ യോഗി സർക്കാരിനെ പ്രശംസിച്ച് രാകേഷ് ടിയാക്കത്ത് വന്നത് കണ്ടില്ലേ? ടിക്കായത്ത് കോടിക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന മഹാകുംഭമേളയെ 47 കോടി ജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഇരട്ടി വരുമെന്നാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ ക്രമീകരണങ്ങൾ അതിശയിപ്പിക്കുന്നതാണെന്നാണ് സ്നാനത്തിന് ശേഷം രാകേഷ് ടിക്കായത്ത് പറഞ്ഞത് മാധ്യമങ്ങളോട്. യോഗി ആദിത്യനാഥിന്റെ സർക്കാർ മഹത്തായ കാര്യമാണ് ചെയ്തതെന്നും സുരക്ഷയുടെയും ശുചിത്വത്തിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ ഈ മേള നാളെ അറിയപ്പെടുന്നത് സുരക്ഷയും ശുചിത്വവും എന്ന പേരിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കുംഭമേളയ്ക്കെതിരായിട്ടുള്ള അഖിലേഷ് യാദവിന്റെ ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം മാറ്റി നിർത്തി അദ്ദേഹവും ഇതിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. ത്രിവേണിയിൽ സ്നാനം ചെയ്യണമെന്നും ട്രെയിനും ബസ്സും ടോളും സൗജന്യമാണെന്നുമൊക്കെ ആഗ്രഹിക്കുന്ന ആർക്കും മഹാകുംഭമേളയിൽ പങ്കെടുക്കാമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞു. മഹാകുംഭമേളയുടെ 6ാം ദിവസമായ ശനിയാഴ്ച വരെ 19 കോടിയിലധികം പേരാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തതത്രേ. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ നിരവധി വിദേശികളും എത്തുന്നുണ്ട്. ഇതിനു പുറമെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ക്ഷണപ്രകാരം 10 രാജ്യങ്ങളിൽ നിന്നുള്ള 21 അംഗ സംഘം പുണ്യസ്നാനത്തിനായി പ്രയാഗ്രാജിൽ എത്തിയിട്ടുണ്ട്. പ്രയാഗ്രാജിൽ ശക്തമായിട്ടുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി നൂതനമായ അനേകം സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. തിരക്കുള്ള എല്ലാ പ്രദേശങ്ങളിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഡ്രോണുകളും വിന്യസിപ്പിച്ചിട്ടുണ്ട്. സംശയാസ്പദമായി തോന്നുന്ന വ്യക്തികളെയും സംഘടനകളെയും ഡ്രോണുകളെയും ക്യാമറ കണ്ണുകളെയും ഒക്കെ പ്രത്യേകം വീക്ഷിക്കാനും അവരെ നിരീക്ഷിക്കാനും സംശയമെന്ന് തോന്നിയാൽ പൊക്കിയെടുക്കാനും പ്രത്യേകം സംഘത്തെയാണ് യോഗി ആദിത്യനാഥ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ കലാപമുണ്ടാകുമെന്നും സ്ഫോടനമുണ്ടാകുമെന്നും യോഗി ആദിത്യനാഥിന്റെ അവസാനത്തെ കുംഭമേളയാണെന്നും അദ്ദേഹത്തിന്റെ തലയെടുക്കുമെന്നും പറഞ്ഞ അനേകം വീഡിയോ ക്ലിപ്പുകൾ പ്രചരിച്ചു. അവരൊക്കെ ഏത് രൂപത്തിലുള്ള കാര്യങ്ങളും ചെയ്യുമെന്നതിൽ ഒരു തകരാറുമില്ല, ഒരു സംശയവുമില്ല. കാരണം തന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനു വേണ്ടി സ്വയം ബലിയാടുകളാകാൻ, ചിഹ്ന ഭിന്നമാകാൻ പോലും മടിക്കാത്ത ഇരുമ്പ് നിക്കറിട്ട വിഭാഗങ്ങളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇനി നമ്മൾ വേണ്ടുന്ന പ്രിക്കോഷൻസ് സ്വീകരിക്കുക എന്ന തത്വമാണ് വിദ്യാസമ്പന്നനായിട്ടുള്ള ജൂനിയർ രാമാനുജൻ എന്നറിയപ്പെടുന്ന യോഗി ആദിത്യനാഥ് സ്വീകരിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. നമ്മൾ സൂക്ഷിക്കുക. സംശയാസ്പദമായ രൂപത്തിൽ എന്ത് കണ്ടാലും ഡ്രോണുകളെയാണ് നിഷ്പ്രഭമാക്കിയത്. അവരെ റിമോട്ട് ഉപയോഗിച്ചിട്ടായിരുന്നു ആ ഡ്രോണുകൾ പറത്തിക്കൊണ്ടിരുന്നത്. ഡ്രോണിനകത്ത് ആളുണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും 9 എണ്ണം ഏതാണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് യോഗി അറിയിച്ചിട്ടുണ്ട്. 47 കോടി ജനങ്ങൾ സംഗമിക്കുന്ന മഹാകുംഭമേളയ്ക്കിടയിൽ വേഷം മാറി ചില ഉസ്താദുമാർ എത്തുന്നു മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി. നേരത്തെ തന്നെ ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി പറഞ്ഞിരുന്നു, ഒരുപാട് മുസ്ലിങ്ങൾ ഹിന്ദുക്കളിൽ സനാതനധർമ്മം സ്വീകരിക്കാൻ തയ്യാറായി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ കുംഭമേള നിർത്തണമെന്ന് പറഞ്ഞു, കലാപം നടത്തുമെന്ന് പറഞ്ഞു, ഞങ്ങൾ സ്ഫോടനമുണ്ടാക്കുമെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇത് തടയാൻ ഏതു മാർഗവും സ്വീകരിക്കുമെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ സ്റ്റാളുകൾ ഇടാനുള്ള സൗകര്യം തരണമെന്ന് പറഞ്ഞു. നടക്കില്ല എന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഒടുവിൽ യോഗി ആദിത്യനാഥിന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞു. അതും രക്ഷയില്ല. വഖഫ് ഭൂമിയിലാണ് നിങ്ങൾ ഇത് നടത്താൻ പോകുന്നത്. ഇങ്ങനെ പലതും പറഞ്ഞു നോക്കിയിട്ടും ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോൾ വേഷം മാറി ഇവർ അതിനകത്തെത്തുന്നു. യോഗയുടെ പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ
മഹാകുംഭമേളയ്ക്ക് ഒരാള് പോലും വരരുതെന്നും വരുന്നവർ വീട്ടിൽ പറഞ്ഞിട്ട് വരണമെന്നും അവര് പിന്നീട് തിരിച്ചു പോകത്തില്ല എന്നും നേരത്തെ തന്നെ വാണിംഗ് നൽകിയിരിക്കുന്ന, മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന യോഗിയുടെ കുംഭമേളയിലേക്ക് ഓടിച്ചെന്ന് കയറിയാൽ ഇവരൊക്കെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചോ? ഏത് 45 കോടിയോളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. സമൂഹത്തിന്റെ, ലോകത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ലക്ഷോപലക്ഷം ആളുകൾ, പുരുഷന്മാരും സ്ത്രീകളും അടക്കം അതിൽ എത്തിച്ചേരുന്നു. മഹാകുംഭമേളയുടെ ചടങ്ങിന്റെ ഭാഗമാണ്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഒരു പരിപാടിക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. ഈ കുംഭമേളയിലേക്ക് കടന്നുകയറി അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി ഈ മഹോത്സവത്തെ തകർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നതായുള്ള ചില ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സന്യാസി വേഷധാരിയായ ഒരു മത തീവ്രവാദി ഇതുപോലെ കുംഭമേളയിൽ കടന്നു ചെന്ന് അങ്ങോട്ട് പ്രവേശിച്ചതേ ഉള്ളൂ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അവിടെ ചില സന്യാസി വൈദ്യന്മാർക്ക് സംശയം തോന്നുകയും അവർ പിടിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ, അല്ല, ഇവര് ഉസ്താദുമാരാണ്, സന്യാസിമാരുടെ വേഷം കെട്ടിയാണ് അവിടേക്ക് വന്നത്. ഇവരുടെ ഭാഷകൾ, രീതികൾ, ശൈലികൾ, ഇവർ പലപ്പോഴും ചെയ്യുന്ന ആരാധനകളിലൊക്കെ ചുറ്റും കൂടി നിന്ന ആളുകൾക്ക് സംശയം തോന്നി. കാരണം ഈ മഹാകുംഭമേളയ്ക്ക് വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ ആരാധനാ രീതികളൊക്കെ നല്ല വശമുണ്ടാകും. മുസ്ലിങ്ങൾക്ക് ഇവിടെ വശമില്ലല്ലോ. അപ്പോൾ ഇവരിൽ ചില ആളുകളെ കണ്ടപ്പോൾ സംശയം തോന്നി. ഇവർ 3-4 പേരൊരു സംഘമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇവർക്കാർക്കും ആരാധനാ രീതികൾ ചെയ്യാൻ അറിയുന്നില്ല. അങ്ങനെ ഇവരെ വിളിച്ച് ഒരിടത്ത് കൊണ്ടുപോയി ഇരുത്തി മതത്തെ കുറിച്ചിട്ട് ഇവർ സംസാരിച്ചു. കൂടെ വന്ന ആളുകൾക്ക് സംശയം തോന്നി. അങ്ങനെ മതത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നതെല്ലാം ഇസ്ലാം മതത്തിന്റെ മഹത്വങ്ങളാണ്. സ്വാഭാവികമായും നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ സ്വഭാവ ഗുണം വരാതിരിക്കില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവര് വേണ്ടപ്പെട്ട സംഘടനാ മേധാവികളെ അറിയിക്കുകയും അവർ വന്ന് ഇവരുടെ ബാഗ് തുറന്നു നോക്കുകയും ചെയ്തപ്പോൾ ലളിതമായി വായിക്കാൻ പറ്റിയ ഖുർആൻ പരിഭാഷകൾ, ലഘുലേഖകൾ, കുറച്ച് സീഡികൾ തുടങ്ങി ചില ടാബ്ലറ്റുകളുടെ രൂപത്തിലാണ് പെട്ടെന്നൊരു മനുഷ്യൻ എന്താണ് ഇസ്ലാം എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി. പിന്നീട് ആളുകളെ ബൈനറി പ്ലാൻ പോലെ 2 പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ മതത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും പഠിപ്പിക്കുന്ന ചില ജിഹാദി വചനങ്ങൾ, ഇങ്ങനെ കുറേ ബൈലോകള്, ലഘുലേഖകള്, ഇങ്ങനെ കുറേ രേഖകൾ ഇവരുടെ ബാഗുകളിൽ നിന്ന് കിട്ടി. ഉടനെ തന്നെ വേണ്ടപ്പെട്ടവരെ വിളിച്ചറിയിച്ചു. ബന്ധപ്പെട്ട ആളുകൾ കാക്കാമാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി. സന്യാസി വേഷമല്ലേ കെട്ടിയത്, ഏത് വേഷം കെട്ടിയാലും കെട്ടിയ വേഷം ആടി തിമിർക്കണമല്ലോ. ശരിയെന്നാ പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ഈ വേഷം കെട്ടി ആടാൻ പറ്റുന്നത് അത്രയും വേഷം ആടിക്കോ. എന്തിനാണ് ഇവിടെ നുഴഞ്ഞു കയറിയത്? ഇതുവരെ അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും ഇപ്പോൾ NIA-യുടെ ഡയപ്പറിൽ നിന്ന് കാക്കമാര് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിലയ്ക്ക് വാങ്ങുന്ന പ്രശ്നങ്ങളല്ലേ? ഈ മതം പടച്ചോന്റെ മതമല്ലേ? ഇത് സ്വയം അങ്ങ് വളരില്ലേ? അല്ലെങ്കിൽ പടച്ചോൻ വളർത്തില്ലേ? മുഴുവൻ കാഫിറുകളെയും ഇല്ലാതാക്കി ഇസ്ലാം മതം മാത്രം ലോകത്ത് പ്രചരിപ്പിക്കാൻ പടച്ചോൻ ഇത്ര കണ്ട് പ്രയാസമാണ്. പടച്ചോൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം പറ്റത്തില്ലേ എന്നേ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്വയം പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്? നന്ദി.